നമ്മൾ ഭരതനാട്യത്തിൽ 2 ടൈപ്പ് മുദ്രകളാണ് പഠിക്കുന്നത്. അതായത് സംയുക്ത ഹസ്താസും അസംയുക്ത ഹസ്താസും. ഈ ഹസ്താസ് എന്ന് പറയുന്നത് നമ്മളുടെ ഡേ ടു ഡേ ലൈഫിലും യൂസ് ചെയ്യാൻ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ ഓരോ ഹസ്താസിന് അതിൻ്റേതായിട്ടുള്ള യൂസസും അർത്ഥവും എല്ലാം ഉണ്ട്. അസംയുക്ത ഹസ്താസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കൈ കൊണ്ട് മാത്രം ചെയ്യുന്ന ഹസ്താസാണ്. അപ്പോൾ ആദ്യമായിട്ട് പതാക, ത്രിപതാകം, അർദ്ധപതാക, കർത്തരീമുഖ, മയൂര, അർദ്ധചന്ദ്ര, അരാള, ശൃകതുണ്ട, മുഷ്ടി, ശിഖര, കപിത്ത, കടകാമുഖ, 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 സൂചി, ചന്ദ്രകല, പദ്മകോശ, സർപ്പശീർഷ, മൃഗശീർഷ, സിംഹമുഖ, കാങ്കൂല, അളപദ്മ, ചതുര, ഭ്രമര, ഹംസാസ്യ, ഹംസപക്ഷ, സംദംശ, മുകുള, താമ്രചൂട, ത്രിശൂല. ഇതെടുത്തിരിക്കുന്നത് നമ്മളുടെ അഭിനയദർപ്പണം എന്ന് പറഞ്ഞ ബുക്കാണ്. അഭിനയദർപ്പണം എഴുതിയിരിക്കുന്നത് നന്ദികേശ്വര. അതല്ലാണ്ട് വേറൊരു ബുക്കും ഉണ്ട്, അതായത് നാട്യശാസ്ത്രം എഴുതിയിരിക്കുന്നത് ഭരതമുനി. അടുത്തത് നമ്മൾ ചെയ്യുന്നത് സംയുക്ത ഹസ്തംസാണ്. സംയുക്ത ഹസ്താസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 കൈയും ചേർത്ത് വെച്ചിട്ട് ചെയ്യുന്ന ഹസ്താസാണ് സംയുക്ത ഹസ്താസ് എന്ന് പറയുക. അഞ്ജലി, കപോത, കർക്കട, സ്വസ്തിക, ഡോള, പുഷ്പപുട, ഉത്സംഗ, ശിവലിംഗ, കടകാവർദ്ധന, കർത്തരി സ്വസ്തിക, ശകട, ശംഖ, ചക്ര, സംപുട, പാശ, കീലക, മത്സ്യ, കൂർമ, വരാഹ, ഗരുഡഹസ്ത, നാഗബന്ധ, ഖട്വ, ബേരുണ്ട, അവഹിത്ത. ഇതാണ് നമ്മൾ ഭരതനാട്യത്തിലും കുച്ചിപ്പുടിയിലും മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഹസ്താസ്. ഇതല്ലാണ്ട് ചില ഹസ്താസ് വേറെയുണ്ട്. അതായത് അർദ്ധസൂചി, ചന്ദ്രകല, ഊർണനാഭ, ഇതെല്ലാം നാട്യശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്ന വേറെ ഹസ്താസും കൂടിയാണ്. ഇത് നമ്മൾ ഡേ ടു ഡേ ഇതിൽ യൂസ് ചെയ്യുന്നില്ല. കുട്ടികളെ പഠിപ്പിക്കും, പക്ഷെ മെയിൻ ഹസ്താസിൻ്റെ ഇതിൽ നമ്മളത് ഫോളോ ചെയ്യുന്നില്ല എന്ന് മാത്രം. എനിക്ക് കിട്ടാത്തൊരു ഓപ്പർച്യൂണിറ്റിയാണ് എക്സാംസ് കൊടുക്കുക, ഡാൻസ് എക്സാം കൊടുക്കുക. അപ്പോൾ ആദ്യം ഞാൻ എന്താ പറയുക, നട്വാംഗം ഡിപ്ലോമയ്ക്ക് പോയിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു, ഡാൻസിൻ്റെ എക്സാം ഒന്നുമില്ല, നമ്മൾ എങ്ങനെ അഡ്മിഷൻ തരും എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അന്നേരമാണ് എനിക്ക് ഡാൻസിൻ്റെ എക്സാമിൻ്റെ വാല്യൂ എന്താണെന്നും അത് എത്ര ഇമ്പോർട്ടൻ്റ് ആണ് ലൈഫിൽ, നമ്മളത് കരിയറായിട്ട് എടുക്കാൻ പോവുകയാണെങ്കിൽ എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ മനസ്സിലാക്കിയത് നന്നാ. അപ്പോൾ ഇപ്പം എൻ്റെ ക്ലാസ്സിൽ എൻ്റെ കുട്ടികൾ, അതായത് 5 വയസ്സ് മുതൽക്ക് കുട്ടികളുണ്ട്. ആ 5 വയസ്സുള്ള കുട്ടീനെയും കൂടി ഞാൻ എക്സാം എഴുതിക്കും. ഞാനിവിടെ ക്ലാസ്സിൽ പേരൻസിൻ്റെ അടുത്തും സ്റ്റുഡൻസിൻ്റെ അടുത്തും ഞാൻ 2 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രാചീൻ കലാകേന്ദ്ര എക്സാം ഇത് യൂണിവേഴ്സിറ്റിയിൽ എഴുതാം, ഇല്ല കർണാടക ബോർഡ് എക്സാം എഴുതണമെങ്കിൽ ബോർഡ് എക്സാം എഴുതാം. അപ്പോൾ മിക്ക സ്റ്റുഡൻസ് ഇവിടെ ഓൾമോസ്റ്റ് 100% ഓഫ് ദ സ്റ്റുഡൻസ്, ഓൾമോസ്റ്റ് ഓൾ സ്റ്റുഡൻസ് ഇവിടെ ചെയ്യുന്നത് പ്രാചീൻ കലാകേന്ദ്ര യൂണിവേഴ്സിറ്റി എക്സാമാണ്. അതായത് ഗ്രേഡഡ് ലെവൽ എക്സാംസ് ആണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് എക്സാം വന്നിട്ട് എൻട്രൻസ് ആണ്. അത് PP1, PP2, അങ്ങനെ ഗ്രേഡ് 1 മുതൽക്ക് ഗ്രേഡ് 7 വരെ. അവസാനം ഗ്രേഡ് 7 കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അവർക്ക് ഡിപ്ലോമ ഇൻ ഭരതനാട്യം എന്ന് പറഞ്ഞിട്ടൊരു സർട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ ഈച്ച് ഇയർ അവർ ചെയ്ത് കഴിയുമ്പോൾ, ഇപ്പോൾ ഈ 1 വർഷം അവർ ആദ്യം വന്ന് തുടങ്ങി പഠിച്ചു, 1 വർഷം കഴിയുമ്പോൾ അവർ തട്ടടവും നാട്ടടവും ചിലപ്പോൾ പുഷ്പാഞ്ജലിയുടെ കുറച്ച് ഭാഗങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അന്നേരം ഞാൻ അവരെ എൻട്രൻസ് എക്സാമിന് കൊണ്ടുപോകും. അപ്പോൾ എൻട്രൻസ് എക്സാമിൽ അവർ ഈ ഒരു സിലബസ് റൊട്ടീൻ ഉണ്ട് നമുക്കതിൽ. അതിൽ എന്താ പറയുക, അടവുകളും ഐറ്റമും മുദ്രകളും, കുറച്ചൊരു ഭാഗത്തിൻ്റെ മുദ്രകളും അതിൻ്റെ യൂസസ് എന്താ, വിനിയോഗത്തിൻ്റെ ഇതും, പിന്നെ സപ്തതാളങ്ങളും വരും. അപ്പോൾ ഇതെല്ലാം ആ കുട്ടിയെ 1 വർഷം, 1 വർഷമോ ചിലപ്പോൾ 2 വർഷമോ ആവും ചിലപ്പോൾ.
അപ്പോൾ അതിൽ ആ ഒരു 2 years ഗ്യാപ്പിൻ്റെ ഉള്ളിൽ അതെല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് അവർ എൻട്രൻസ് എക്സാം എഴുതും. എൻട്രൻസ് എക്സാം എഴുതി കഴിഞ്ഞിട്ട് ഇവർ പറ്റുന്ന കുട്ടികൾ എൻട്രൻസ് എക്സാം ലെവൽ 2ലേക്ക് പോകും. ലെവൽ 2 കഴിഞ്ഞിട്ട് അവർ ഗ്രേഡ് 1ലേക്ക് കയറും. അപ്പോൾ ഇപ്പം എൻ്റെ ക്ലാസ്സിലുള്ള കുട്ടികളിൽ 13 പേര് ആണ് എക്സാംസ് എഴുതുന്നത്, ഈ വർഷം എഴുതുന്നത്. അപ്പോൾ ഈ പ്രാവശ്യം ഗ്രേഡ് 3 വരെയുള്ള സ്റ്റുഡൻസിൻ്റെ കയ്യിലുണ്ട്. അവർ നല്ലോണം ചെയ്യും. അവരാണ് എൻ്റെ ഏറ്റവും ഇപ്പോൾ സീനിയർ മോസ്റ്റ് സ്റ്റുഡൻസ് ഉള്ളത്. നല്ല കോപ്പറേറ്റീവ് പേരൻസ് ആണ് എൻ്റെ അടുത്തുള്ളത്. അവരും നല്ലൊരു സപ്പോർട്ട് തരും. അങ്ങനെയാണ് എക്സാമിനേഷൻ്റെ ഇത് പോകുന്നത്. പിന്നെ പറയുകയാണെങ്കിൽ മോഹിനിയാട്ടം ക്ലാസ് ഞാൻ നടത്താറുണ്ട്. പക്ഷേ ചില കുട്ടികൾ മാത്രമേ ഉള്ളൂ മോഹിനിയാട്ടത്തിന് ഇൻട്രസ്റ്റ് കാണിക്കുന്നത്. എന്താ പറഞ്ഞാൽ ആ ഒരു ഡാൻസ് ഫോം ചിലപ്പോൾ ഇവിടെ ബാംഗ്ലൂർ അത് അത്രയും ഒരു ഇംപ്രൂവൈസ്ഡ് ആയി വന്നിട്ടില്ല. അപ്പോൾ ചില ആൾക്കാർ ഇപ്പോൾ അത് കണ്ട് മനസ്സിലാക്കി മോഹിനിയാട്ടം എന്ന് പറയുന്നത് ഇങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ഇപ്പോൾ ചില കുട്ടികൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. അവർ പറ്റുന്നത്രയും അവർ ട്രൈ ചെയ്യുന്നുണ്ട്. അവർക്കത് എന്താ പറയുക, അവർ ചെയ്തു വരുമ്പോൾ കാണുമ്പോൾ നല്ല രസമാണ് കാണാൻ. അപ്പോൾ അവരിപ്പോൾ ചില കുട്ടികൾ അതിന് ജോയിൻ ചെയ്തിട്ടുണ്ട്. 1-2 കുട്ടികൾ ഇപ്പോൾ കുച്ചിപ്പുടിയും പഠിക്കുന്നുണ്ട്. അവർ തരംഗവും എന്താ പറയുക അങ്ങനെ കുറേ ഐറ്റംസ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ അല്ലാണ്ട് ഞാൻ കുട്ടികളെ ഡാൻസ് ഫെസ്റ്റിവൽസിന് കൊണ്ടുപോകാറുണ്ട്. നമ്മൾ ഫുൾ ക്ലാസ് ആയിട്ട് ആദ്യമായിട്ട് ഡാൻസ് ഫെസ്റ്റിവൽ ചെയ്തത് മൈസൂർ ജഗൻമോഹൻ പാലസിലായിരുന്നു. വൺ ഓഫ് ദ എന്താ പറയുക ഏറ്റവും ഒരു പ്രൗഡ് മൂമെൻ്റ് ആയിരുന്നു അത്. ഓൾമോസ്റ്റ് ഫുൾ 13 കുട്ടികൾ, അന്ന് 13 കുട്ടികൾ എൻ്റെ അടുത്തുണ്ടായിരുന്നത്. എല്ലാ 13 കുട്ടികളും അന്ന് സ്റ്റേജിൽ കയറി, എല്ലാവർക്കും അന്ന് അവാർഡ് കിട്ടി. അപ്പോൾ അതൊരു ബിഗ്ഗസ്റ്റ് അച്ചീവ്മെൻ്റ് എന്ന് പറയും ഞാൻ. എൻ്റെ ഡാൻസ് ക്ലാസ്സിൻ്റെ എല്ലാവരും അന്ന് സ്റ്റേജിൽ കയറി, ഗുരുവും ശിഷ്യം എല്ലാവരും, നമ്മളെല്ലാവരും ചേർന്നിട്ടാണ് ചെയ്തത്. അതിൻ്റെ മുമ്പേ ഞാൻ എൻ്റെ വേറെ 3 സീനിയർ സ്റ്റുഡൻസിൻ്റെ കൂടെ കണ്ണൂർ സുന്ദരേശ്വര അമ്പലത്തിലും ഒരു ഫെസ്റ്റിവൽ ചെയ്തായിരുന്നു, ഡാൻസ് ഫെസ്റ്റിവൽ ചെയ്തായിരുന്നു. പിന്നെ ആഡ് ഓൺ എന്ന് പറയുന്നുണ്ടെങ്കിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം ശാന്തികൃഷ്ണ മാമിൻ്റെ കൂടെ ഗുരുവായൂർ ഏകാദശിക്ക് കളിക്കാനൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി. അപ്പോൾ അത് എനിക്ക് എപ്പോഴും ഒരു ആഗ്രഹമായിരുന്നു മാമിൻ്റെ കൂടെ കളിക്കണമെന്ന്. അപ്പോൾ അന്ന് എനിക്ക് കളിക്കാൻ പറ്റിയൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത് ഭയങ്കര ഭാഗ്യമായി പറയുന്നു. അവിടെ കഴിഞ്ഞിട്ട് രണ്ടാമത് പിന്നെ മാം വിളിച്ചു എന്നെ ആലപ്പുഴ മാരാരിക്കുളം ക്ഷേത്രത്തിൽ കളിക്കാൻ വേണ്ടിയിട്ട്. അത് ശിവരാത്രിക്ക് മാമിൻ്റെ കൂടെ പോയി കളിച്ചു. നല്ലൊരു എക്സ്പോഷറായിരുന്നു അതും. കുറേ ആൾക്കാർ എന്നെ അറിഞ്ഞ് പിന്നെ വിളിക്കാൻ തുടങ്ങി. അപ്പോൾ അതും നല്ലൊരു എക്സ്പോഷർ എന്നേ ഞാൻ പറയുള്ളൂ. അതുമാതിരി എൻ്റെ സ്റ്റുഡൻസിനും ഞാൻ പറ്റുന്നത്രയും എക്സ്പോഷർ കൊടുക്കാൻ നോക്കുന്നുണ്ട്. എനിക്കറിയില്ല അത് 100% ഫുൾഫിൽമെൻറ്റ് വരുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് പറ്റുന്ന അത്രയും എനിക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ എൻ്റെ സ്റ്റുഡൻസ് വഴി ചെയ്യിപ്പിക്കണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഞാനുള്ളത്. അപ്പോൾ എൻ്റെ അരങ്ങേറ്റം നടന്നതും നമ്മൾ 4 പേര് ചേർന്നിട്ടാണ് അരങ്ങേറ്റം ചെയ്തത്. അപ്പോൾ ഇപ്പം ഞാൻ മനസ്സിലാക്കുന്ന അരങ്ങേറ്റം എന്ന് പറയുന്നത് ഒറ്റയ്ക്ക് ഒരാൾ സ്റ്റേജിൽ 2 മണിക്കൂർ അവരുടെ ആ ഒരു കേപ്പബിലിറ്റി കാണിക്കുന്നതാണ് അരങ്ങേറ്റം. അപ്പോൾ ഇന്നിപ്പോൾ എൻ്റെ 2 സ്റ്റുഡൻസ് അരങ്ങേറ്റത്തിന് റെഡി ആയിട്ടുണ്ട്. അവർക്കും കൂടി ഞാൻ ഈ പ്രാവശ്യം പറഞ്ഞത് അതായിരുന്നു, നിങ്ങൾ ഒറ്റയ്ക്കേ ചെയ്യുള്ളൂ, നിങ്ങളുടെ ഒറ്റയ്ക്കുള്ള ഒരു ഇത് പ്രൂവ് ചെയ്യണം. അപ്പോൾ ആ 2 മണിക്കൂർ ഇത് ഒരു കുട്ടി വന്നിട്ട് ബാംഗ്ലൂരും ഒരു കുട്ടി ഗുരുവായൂരും ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടില്ല. ഈ 2 അരങ്ങേറ്റത്തിനും ഇപ്പോൾ റെഡി ആയിട്ട് വരുന്നുണ്ട്. ഇതുപോലെ ഞാൻ വിചാരിക്കുന്നു ഇങ്ങനെ ഈ ഒരു സപ്പോർട്ട് എൻ്റെ ഫാമിലി മെമ്പേഴ്സിനായാലും ഡാൻസ് ക്ലാസ്സിനായാലും, ഡാൻസ് ക്ലാസ്സിലത്തെ കുട്ടികളെക്കാട്ടിലും കൂടുതൽ ഞാൻ പറയാം പേരൻസിൻ്റെ അടുത്താണ്. അവർ ഏത് സമയത്ത് ഞാൻ വിളിച്ചാലും അവർ റെഡിയാണ് പിള്ളേരെ ഡാൻസ് ക്ലാസ്സിലേക്ക് വിടാൻ. അവർ എപ്പോൾ ഏത് ടൈം പറഞ്ഞാലും, ഇപ്പം ഞാൻ 1 മണിക്കൂറല്ല 2 മണിക്കൂറുണ്ട്, ചിലപ്പോൾ ഞാൻ പറയും 3 മണിക്കൂർ ഇന്ന് ക്ലാസ് ഉണ്ട് വിടണം എന്ന് പറഞ്ഞാൽ അവർക്ക് കുഴപ്പമൊന്നുമില്ല, അവർ വിടും. കുട്ടികളാണെന്നുണ്ടെങ്കിലും അവർക്ക് ആ ഒരു മടിയില്ല. ചില മടിയുള്ള കുട്ടികളുണ്ടായിരുന്നു, അവരൊക്കെ തന്നെ പോവുകയും ചെയ്തു. എന്താ പറഞ്ഞാൽ ഞാൻ ചില കാര്യത്തിൽ ഞാൻ സ്ട്രിക്റ്റ് ആയിരുന്നു അല്ല ഇപ്പോഴും ആണ്, നല്ല സ്ട്രിക്റ്റും ആണ്. അപ്പോൾ കുറേ പേർക്ക് അടി കിട്ടി പഠിച്ചിട്ടുണ്ട്, കുറേ കാര്യങ്ങൾ അങ്ങനെ നടന്നിട്ടുണ്ട്. അപ്പോൾ ആ സ്ട്രിക്ട്നെസ് കാരണമായിരിക്കും 5 വർഷം കഴിഞ്ഞിട്ടും എനിക്ക് ജസ്റ്റ് ഒരു 19 സ്റ്റുഡൻസിൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ ആ 19 സ്റ്റുഡൻസിൽ
ഞാൻ പറയുകയാണെങ്കിൽ നല്ല രീതിക്കാണ് ഓരോ കുട്ടിയും അതിൽ അവരുടെ ഇൻവോൾവ്മെൻറ്റ് ചെയ്യുന്നത്. കുറേ വഴക്ക് കിട്ടും, കുറേ പേര് കരഞ്ഞിട്ടൊക്കെ വീട്ടിൽ പോവും. അന്നേരമൊക്കെ ഞാൻ വിചാരിക്കും ചിലപ്പോൾ ഇനിയിപ്പോൾ നാളെ മുതൽക്ക് വരില്ല, അവർ ചിലപ്പോൾ എന്താ പറയുക, അവരിനി വീട്ടിൽ പോയിട്ട് വേണ്ടാന്നൊക്കെ പറയും, കാല് വേദനയാന്ന് പറയും, ഇതെല്ലാം പറയും. അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷെ അടുത്ത ദിവസം മെസ്സേജ് അയക്കുമ്പോൾ കാണാം ക്ലാസ്സിലേക്ക് ഈ വഴക്ക് പറഞ്ഞ കുട്ടികളായിരിക്കും ആദ്യം ഓടിക്കയറി വരുന്നത്. ഇവർ വന്നിട്ട് ഇന്ന് നമ്മൾ ചെയ്യട്ടെ, ഒരു ഡിഫറെൻറ്റ് ഇതാണ് എനിക്ക് അപ്പോൾ തോന്നുക. ഈ കുട്ടികൾ എത്ര വഴക്ക് പറഞ്ഞാലും അവരത് പോസിറ്റീവ് സെൻസിൽ എടുത്തിട്ട് നല്ലോണം ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ളത്. ഇപ്പം ഞാൻ കൂടുതൽ മിസ് ചെയ്യുന്നത് 2 കുട്ടികളാണ്. അവർ ദുബായിലാണുള്ളത്. അവർ ആകെ ഒരു പ്രാവശ്യം എനിക്ക് കാണാൻ പറ്റിയിട്ടുള്ളൂ. ബട്ട് എൻ്റെ ഓൺലൈൻ ക്ലാസ്സിൽ അവർ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. 2 അല്ല 3 കുട്ടികൾ. ഒരു ചെറിയൊരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടി ഹാർഡ്ലി ഒരു 4 ഇയേഴ്സേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ നല്ലോണം ഡാൻസ് ചെയ്യും, പറഞ്ഞതൊക്കെ മനസ്സിലാക്കുകയും ചെയ്യും. ഇപ്പോൾ അവർ 3 പേരും ഓൺലൈനിൽ അറ്റൻഡ് ചെയ്യുന്നത്. നിങ്ങളെല്ലാവരും വിചാരിക്കും 3 വയസ്സ് 4 വയസ്സുള്ള കുട്ടിയൊക്കെ എങ്ങനെ ഓൺലൈനിൽ പഠിക്കുന്നു എന്ന്. പക്ഷേ ആ കുട്ടിക്കുള്ള കഴിവ്, ആ കുട്ടി മാത്രമല്ല, ഇപ്പോൾ ഏത് കുട്ടിയായാലും ആ ഒരു കഴിവുണ്ടെങ്കിൽ ഓൺലൈനോ ഓഫ്ലൈനോ അത് അങ്ങനെ ഒരു ഇത് വരില്ല. നമുക്ക് പഠിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ അത് എവിടെയായാലും നമ്മൾ പഠിക്കും. അപ്പോൾ ഈ 3 കുട്ടികളെ ഇന്ന് ശരിക്കും ഞാൻ മിസ് ചെയ്യുന്നുണ്ട് ഇവിടെ. ബിക്കോസ് ഇന്ന് എല്ലാ കുട്ടികളും ഇവിടെ എൻ്റെ ക്ലാസ്സിലെല്ലാവരും നന്നായി കളിക്കുന്നു, അവരെ നേരിട്ട് കണ്ട് ഞാൻ കറക്ഷൻ ചെയ്യുന്നു, എല്ലാം ചെയ്യുന്നു. പക്ഷേ ഇവർ 3 പേരും വേറെയാണ്. ആ 2 കുട്ടികൾ ദുബായിലുള്ളത് സ്നിത ഇഷീന എന്ന് പറഞ്ഞ 2 കുട്ടികളാണ്. അപ്പോൾ ആ 2 ചേച്ചിയും അനിയത്തിയും നല്ല നല്ല ഡാൻസേഴ്സാണ്, ബ്യൂട്ടിഫുൾ ഡാൻസേഴ്സാണ്. അപ്പോൾ അവർ ചെയ്യുന്നത് കാണുമ്പോൾ ഞാൻ ഇവിടെ കുട്ടികളോട് പറയും ഓൺലൈൻ പഠിച്ചിട്ട് ഇത്രയും ഇമ്പ്രൂവ്മെൻറ്റ്, അപ്പോൾ ഇവിടെ വന്ന് നേരിട്ട് പഠിക്കുമായിരുന്നെങ്കിൽ എത്രത്തോളം അവർ ഇമ്പ്രൂവ് ചെയ്ത് പോയേനെ. അവർ പഠിക്കുന്ന സ്പീഡും അവരുടെ ലെവൽ ഓഫ് പിക്കിംഗ് അപ്പ്, ഓരോ സ്റ്റെപ്പ് പിക്ക് ചെയ്യാനുള്ള കാര്യങ്ങളും എല്ലാം ഭയങ്കര ഭയങ്കര രസമാണ് കാണാൻ. അവർ ചെയ്യുന്ന ഓരോ വിധം പറഞ്ഞാൽ അവരായിട്ട് പോയി മനസ്സിലാക്കും. അതായത് മിററിൻ്റെ മുമ്പിൽ പോയി നിന്നിട്ട് അവർ പഠിച്ച് അടുത്ത ദിവസം വന്നിട്ട് കാണിച്ചു തരും. അവർ പാട്ട് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ പാട്ട് അവർ പഠിച്ചു കഴിഞ്ഞിട്ട് അവർ പാടിയിട്ട് അതിൻ്റെ അവിടെ എനിക്ക് കളിച്ച് കാണിച്ചു തരും. അങ്ങനെയൊക്കെയാണ് ആ കുട്ടികളുള്ളത്. അപ്പോൾ എനിക്കിവിടെ 2ഉം ഉണ്ട്, ഓൺലൈനും ഉണ്ട് ഓഫ്ലൈൻ ക്ലാസ്സസും ഉണ്ട്. ചില കുട്ടികൾ ഇവിടെ ഓൺലൈൻ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യും, ഇന്ന് വരാൻ പറ്റില്ല മാം, അല്ലെങ്കിൽ ഇന്ന് വരാൻ പറ്റില്ല ചേച്ചി എന്ന് പറഞ്ഞിട്ട് ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യും. പിന്നെ അവർ വീക്ക്ലി ഒരു 1 ഡേ ഓർ 2 ഡേയ്സ് വന്നിട്ട് അവരുടെ പോർഷൻ അവർ ഓൺലൈൻ പഠിച്ച പോർഷൻസിന് നല്ലോണം ബ്രഷപ്പ് ചെയ്ത് വൃത്തിയാക്കിയിട്ട് പിന്നെ അടുത്ത ക്ലാസ് ഓൺലൈൻ, അങ്ങനെ അത് റിപ്പീറ്റ് ആയിട്ട് കൊണ്ട് പോകും. ഞങ്ങളുടെ ക്ലാസ്സിൽ ലൈവ് മ്യൂസിക് ഓൾസോ നമ്മൾ ഇംപ്രവൈസ് ചെയ്യാറുണ്ട്. അതായത് കൂടുതലും കുട്ടികളെ നമ്മൾ ആദ്യം തന്നെ CD വെച്ചിട്ട് പാട്ട് വെച്ചിട്ട് കളിപ്പിക്കും. നമ്മൾ CD വെച്ചിട്ടാണ് ആദ്യം കളിപ്പിക്കുന്നത്. അത് കഴിഞ്ഞ് ഇവർക്കൊരു അരങ്ങേറ്റത്തിൻ്റെ ഒരു ലെവലൊക്കെ ആവുന്ന സമയത്ത്, അതായത് ചെയ്യാൻ പറ്റുന്ന മനസ്സിലാവുന്ന സമയത്ത് ഇവരെ കൊണ്ട് ലൈവായിട്ട് കളിപ്പിക്കും. ലൈവ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഓർക്കസ്ട്ര സെറ്റ് വെച്ചിട്ടല്ല. എനിക്ക് ഇവിടെ എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട് ഉണ്ട്. ഫ്രണ്ട് എന്ന് പറയുന്നത് എൻ്റെ ഒരു അനിയത്തി കുട്ടി പോലെയാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. ഋതിക മനോജ് എന്ന് പറഞ്ഞിട്ടൊരു കുട്ടി. ആ കുട്ടി വന്നിട്ട് എൻ്റെ ക്ലാസ്സിന് വേണ്ടിയിട്ട് കുറേ പാടിയിട്ടുണ്ട്. കുറേ ക്ലാസിക്കൽ പാട്ടുകൾ, അതായത് ഹിമഗിരി തന്നെയും വേറെ കുറേ പാട്ടുകളും പാടിയിട്ട് എൻ്റെ കുട്ടികൾ ആ പാട്ടിന് വേണ്ടിയിട്ട് ഡാൻസ് ചെയ്യാറുണ്ട്. ഞാൻ അട്വാങ്കം ചെയ്യും. ഇത്തു എന്നാണ് നമ്മൾ വിളിക്കുക. ഇത്തൂട്ടി അത് പാടും. എൻ്റെ സീനിയർ സ്റ്റുഡൻസ് ഋദ്ധിയും ഏഞ്ചലീന ഇവരെല്ലാവരും അതിൽ ഡാൻസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റിയും കൂടി ഞാൻ ഇവിടെ എൻ്റെ ക്ലാസ്സിൽ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ എന്താ പറയുക, കുട്ടികൾക്ക് നമ്മൾ ഒരിക്കലും CD വെച്ച് കളിപ്പിച്ചിട്ട് മാത്രം എക്സ്പീരിയൻസ് ചെയ്ത് വിട്ടിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല. നമ്മൾ ലൈവ് മ്യൂസിക് എന്താ, അതിൽ പാടി കളിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട് എന്താ, എത്രത്തോളം നമ്മൾ പാട്ടുകാരുടെ അടുത്തും ലൈവ് ഓർക്കസ്ട്രയുടെ അടുത്തും എത്ര ചെയ്യണം, ആ ഡാൻസറും ഓർക്കസ്ട്രയും ഉള്ള ഒരു റിലേഷൻഷിപ്പ് എന്താ, അപ്പോൾ ആ ഡാൻസർ എത്രത്തോളം കളിക്കുമ്പോൾ എത്ര തവണ ഇവർ പാടണം, അല്ല ഇവർ എത്ര തവണ പാടുമ്പോഴാണ് ഇവർ എവിടെ നിർത്തണം, എവിടെ കളിക്കണം, എല്ലാം നമുക്ക് അതിൽ അപ്പോഴേ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഈ ഒരു ഇതിൽ ഞാൻ ശരിക്കും ഋതികയുടെ അടുത്ത് ഒരുപാട് നന്ദി പറയണു. എന്ന് പറഞ്ഞാൽ ഈ ഒരു ചെറിയ പ്രായത്തിലാണ് ആ കുട്ടി വന്നിട്ട് ഞാൻ പറയുന്ന പാട്ടുകളൊക്കെ പാടും. അത് ചിലപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുമായിരിക്കും, പക്ഷെ എന്നോട് പറയും കുഴപ്പമില്ല ചേച്ചി, ഞാൻ പഠിച്ചിട്ട് വരാം. ആയിട്ട് എല്ലാം എഴുതി കൊണ്ടുപോയിട്ട് അതെല്ലാം പഠിച്ച് തിരിച്ചു വന്നിട്ട്
ഒരേ പേസിലാണ്. എനിക്ക് അത് കുറേ ടേക്സ് ഒന്നും എടുക്കേണ്ട ആവശ്യമേ വരില്ല. കുറേ പ്രാവശ്യം നമുക്ക് പറയേണ്ട ആവശ്യം വരില്ല. ഒന്നും കൂടി പാടുമോ, ഒന്നും കൂടി കളിക്കുകയോ, അല്ല ഡാൻസറും ഒരിക്കലും പറയേണ്ട ആവശ്യം വരില്ല. ഒന്നും കൂടി പാടി തരുമോ, എന്നിട്ട് നമുക്ക് ഒന്നുകൂടി കളിച്ചാലോ, അത് ശരിയായില്ല, അങ്ങനത്തെ ഒരു പ്രശ്നമേ വരുന്നില്ല. അപ്പോൾ നല്ലൊരു റാപ്പുമാണ് അതിൽ ബിൽഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ക്ലാസ്സിൽ ഞാൻ അതിനും ഒരു നല്ലൊരു പ്രിഫറൻസ് കൊടുക്കുന്നുണ്ട്. അതായത് ഒരിക്കലും നമ്മളുടെ പഴയ കാലത്ത് ഇത് നമ്മളുടെ ലൈവ് മ്യൂസിക്കിനെ ഒരിക്കലും മാറ്റി വെച്ചിട്ട് അത് CD മാത്രമാക്കി മാറ്റരുത് എന്നുള്ളതും ഞാൻ പറയുന്നു. എൻ്റെ സ്റ്റുഡൻസിന് ഞാൻ പറഞ്ഞു കൊടുക്കുന്ന കാര്യം, ഒരിക്കലും ഒരു ഗുരു ശിഷ്യ എന്ന് പറയുന്ന കാര്യത്തിന് മാറ്റി വെച്ചിട്ട് അത് വേറൊരു റിലേഷൻ ആക്കാൻ പറ്റില്ല. ഒരു ഗുരു ഗുരു തന്നെയാണ്, ഒരു ശിഷ്യ ശിഷ്യ തന്നെയാണ്. അതിപ്പോൾ ചെറുതായാലും വലുതായാലും ഗുരു ഗുരു തന്നെയാണ്. ಶಿವಲಿಂಗ ಕಟಕಾವರ್ಧನ ಕಟರಿ ಸ್ವಸ್ತಿಕ ಶಕಟ ಶಂಖ ಚಕ್ರ ಸಂಪುಟ ಪಾಶ ಕೀಲಕ ಮತ್ಸ್ಯ ಕೂರ್ಮ ವರಾಹ ಗರುಡಹಸ್ತ ನಾಗಭಟ ಖಡ್ಗ ವೇರುಳ ಅವಲಿಕ. ഈ ഒരു ഓപ്പർച്യൂണിറ്റി തന്നിരിക്കുന്ന ടേപ്പ് ചാനലിനോടും എല്ലാവരോടും വളരെ താങ്ക്സ് പറയുന്നു. നന്ദി, നമസ്കാരം.